ആ റിപ്പോർട്ടിൽ മറച്ചുവെക്കേണ്ട സ്വകാര്യതകളുണ്ടെന്നും പുറത്തുവിടുകയാണെങ്കിൽ അത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് പാലിച്ചാകണമെന്നും ജസ്റ്റിസ് ഹേമ എഴുതിയ ഒരൊറ്റ കത്തിനെ ചാരി ബ്രഹ്മപുരം മാലിന്യ കുമ്പാര പോലെ ആ പാതകപ്പെരുമല കേരളത്തിന്റെ കണ്ണിൽ 5 വർഷക്കാലത്തോളം സർക്കാർ മറച്ചുപിടിച്ച് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്ന വാർത്താ ദിനങ്ങളാണ്. ആ ക്രിമിനൽ സംഘം വെളിപ്പെട്ടുകൂടാ എന്ന അങ്ങേയറ്റത്തെ കരുതലോടെ സെൻസർ ചെയ്ത് വെട്ടിയൊതുക്കി 233 പേജുകളാണെങ്കിലും ആ ഇരുണ്ട എക്കോസിസ്റ്റത്തിൽ നടിമാരെ, പെൺകുട്ടികളെ മനുഷ്യനെന്ന ബേസിക് പരിഗണന കൊടുക്കാതെ ഓടിച്ചിട്ട് നായാടി പിടിച്ചതിന്റെ രേഖാമൂലം തെളിവുകളാണ് ആ ധാർഷ്ട്യക്കോട്ടയുടെ ബ്ലൂ പ്രിന്റ് പേജുകൾ. ഓൺ എ ഫൈൻ ഡേ വേട്ടക്കാർക്കെതിരെ വിപ്ലവം എന്ന് മുദ്രാവാക്യം വിളിച്ച് സർക്കാർ അങ്ങ് പുറത്തുവിട്ടതല്ല. അത് ഞങ്ങൾ ഡെമോക്രസിയുടെ 4 തൂണുകൾ പേർത്തും ചോദിച്ച് പിടിച്ചു വാങ്ങിച്ചതാണ്. അത് വായിച്ചാൽ മരച്ചു പോകുന്ന മട്ടിൽ ലക്ഷണമൊത്ത സെക്ഷൽ അട്രോസിറ്റീസിന്റെ ഒഫീഷ്യൽ സാക്ഷ്യപത്രത്തിന് മുകളിൽ ഇടതുപക്ഷ ധാർമ്മികത മറന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കാം എന്ന മുട്ടാപ്പോക്ക് പറഞ്ഞ സമയത്താണ് ആ റിപ്പോർട്ടിനും പുറത്ത് നെറികെട്ട നാറിയ വേട്ടക്കഥകളുടെ കുത്തൊഴുക്കതിൽ ഗതികെട്ട് പുറത്തേക്ക് പോയവർ, പുറത്തേക്ക് പോകാനിരിക്കുന്നവർ ചില്ലറക്കാരാണോ? എല്ലാം ഒതുക്കാനും മെരിക്കാനും സർക്കാർ കാണുന്ന ഒറ്റമൂലി കോൺക്ലേവിന്റെ നട്ടല്ലാകേണ്ടവർ വേട്ടയാരോപണത്തിൽ നട്ടലൊടിഞ്ഞെന്ന് മാത്രമല്ല, ഇക്കാലം അത്രയും ഉഗ്രപ്രതാപത്തിൽ വാണ താരസംഘടന എക്സിക്യൂട്ടീവ് അങ്കലാപ്പിൽ ആകാശത്തേക്ക് വെടിവെച്ച് മൂക്കും കുത്തി വീണെങ്കിൽ 4 പെണ്ണുങ്ങൾ കരുത്തോടെ നിന്നാൽ വീഴാവുന്നതേയുള്ളൂ അഹങ്കാരത്തിന്റെ ഏകപക്ഷ രൂപങ്ങളെങ്കിൽ അത് ജനാധിപത്യ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ അസ്വസ്ഥരായവരെയും കാണാനുണ്ട്. 5 വർഷക്കാലത്തോളം അങ്ങേയറ്റം മൂടിവെച്ചത് കേരളത്തോട് പറയുമ്പോൾ വേട്ടയുടെ ഭൂതകാലങ്ങൾ പിന്നെയും ചർച്ചയാകുമ്പോൾ അത് മാധ്യമങ്ങൾക്കുള്ള തീറ്റ എന്നാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ആസ്ഥാനത്തെ ഡയലോഗ്. അതും പോരാഞ്ഞേതോ പഴയ IPS കഥാപാത്ര ഓർമ്മയിൽ ചോദ്യം ചോദിക്കുന്നവന് നെഞ്ചത്ത് കൈവക്കലാണ്. ആ ചോദ്യങ്ങൾ വിഴുങ്ങി ഓച്ചാനിച്ചു നിൽക്കാൻ സാറേ വേറെ ആളെ നോക്ക്. കേരളത്തിലെന്നല്ല, രാജ്യത്തെ ഹിസ്റ്റോറിക് റിപ്പോർട്ടാണെന്ന് മാധ്യമങ്ങൾ കാണുന്നത് താങ്കൾക്ക് അസഹനീയമാണെങ്കിൽ, പൊളിഞ്ഞു വീഴുന്ന പൊയ്മുഖങ്ങൾക്കൊപ്പം നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോ. പക്ഷേ ആ വിരട്ടിന്റെ താരദാഷ്ട്യവും മുഷ്കിന്റെ കയ്യൂക്ക് ഭാഷയും കേന്ദ്രമന്ത്രി സാറേ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. WC പ്രതിനിധി ആശ ടി ജോസഫ്, ഗായത്രി വർഷ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PA പ്രജി, ശ്രീ ബൈജു കൊട്ടാരക്കര എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ഗായത്രിയിലേക്ക് തന്നെ പോകുന്നു. ശ്രീമതി ഗായത്രി വർഷ, ഇവിടെ അമ്മ എന്ന് പറയുന്ന താരസംഘടന എല്ലാം വെച്ചൊഴിയുകയാണ്. അത് ധാർമ്മികമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ കത്തിൽ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ധാർമ്മികമായ ഒഴിയലാണോ അതോ ഒളിച്ചോട്ടമാണോ ഗായത്രി? സാധാരണ പതിവ് പോലെ തന്നെ നമ്മളുടെ അവതാരകൻ്റെ ചോദ്യം വളരെ മൂർച്ചയുള്ളതാണ്. ധാർമ്മികമായ ഒഴിയൽ പരിപൂർണമായിട്ടും അതാണ് അർത്ഥത്തിൽ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സ് വന്ന് പല ആരോപണങ്ങളും അമ്മയുടെ നേർക്ക് വരുമ്പം ആദ്യമേ ഉള്ളൊരു പ്രതികരണത്തിന് ആ ഒരു ജെനുവിനിറ്റി ഉണ്ടായേനെ. ആ സമയത്തൊരു വല്ലാത്ത ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്നുള്ളതല്ല, ഇവരൊക്കെ എവിടെയാണ് ഒളിച്ചോടാൻ പറ്റില്ല. ഇവരെ കേരള സമൂഹം ഒളിച്ചോടിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇവരൊക്കെ നമ്മളുടെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന വലിയ സിനിമയുടെ ചിത്രങ്ങളുണ്ട്, വലിയ ആരാധന പടവുകളുണ്ട്. അവിടെ നിന്നൊന്നും ഇവരെ ഇറക്കി വിട്ടിട്ട് മലയാളിയും ഇല്ല എന്നുള്ള ബഹുമാനം ഇന്നും മലയാളി അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ അവർക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ട് അതിനെ ഒരു ഒളിച്ചോട്ടമല്ല, പക്ഷേ ഇപ്പോൾ നിവർത്തികേടാണ്. ആ നിവർത്തികേട് ഉണ്ടാവും. കാരണം ഞാൻ ഇതിനു മുമ്പ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു അസോസിയേഷൻ എന്തായിരിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം നമുക്ക്. നമ്മളുടെ ഈ ഫീൽഡ് വളരെ വലുതാണ്, വളരെ ദൃഢമായ ബൃഹത്തായ ഒരു രംഗമാണ് സിനിമ. അത് പല സാംസ്കാരിക, തൊഴിൽ, വ്യാവസായിക മേഖലയാണ്, ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കാണുന്ന ഒരു അസോസിയേഷൻ വേണം. അതിൻ്റെ സംഘടനാ ശക്തിക്ക് അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് ബൈലോയിൽ കൃത്യമായി അത്തരത്തിലുള്ള പരിഗണനകൾ വേണം. ഇതൊന്നും അല്ലാതെ ഇതൊരു വെൽഫെയർ അസോസിയേഷൻ, നമുക്കെപ്പോഴും ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ, നമുക്കെല്ലാവർക്കും കൂടുമ്പോൾ പെൺകുട്ടികളെ കുറിച്ചൊക്കെ കമൻറ്റ് പറയാൻ, ഏതൊക്കെ വേഷമിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് തുള്ളിച്ചാടാൻ, അതിന് വേണ്ടിയിട്ട് ആനുവലായിട്ടൊരു മീറ്റിംഗ് നടക്കുക, ഗെറ്റ് ടുഗദർ നടക്കുക, പേരിന് ആരെയെങ്കിലുമൊക്കെ പിടിച്ച് ഓരോരോ സ്ഥാനത്തിരുത്തുക, ജനാധിപത്യ മര്യാദകളോ ഭരണഘടനാ രീതികളോ ഇല്ലാതെ, കൃത്യമായ ഭരണഘടന ഇല്ലാതെ ഇത്ര ബൃഹത്തായ ഒരു രംഗത്ത് ഒരു അസോസിയേഷൻ പോവുക എന്നുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുമ്പം അത് കാലക്രമേണ വാനിഷ് ആകും. ആ അനിവാര്യമായ ഒരു ഇല്ലായ്മയാണ് ഇന്ന് അമ്മയ്ക്ക് സംഭവിച്ചത്. താങ്കൾ ആദ്യ പ്രതിനിധികൾ പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ ജനാധിപത്യത്തിന് വെളിച്ചം കയറുന്ന രീതിയിൽ വലിയ അർത്ഥത്തിൽ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ഒരു വലിയ സംവിധാനം ഉണ്ടാകണം. അങ്ങേയറ്റം ഒന്നാന്തരം നിർദ്ദേശമാണ്, അതിലേക്കൊക്കെ പോകട്ടെ, അതിലേക്ക് അങ്ങനെ ഉണ്ടാവുകയും വേണം. ശ്രീമതി ഗായത്രി വർഷ, ഇവിടെ പ്രശ്നം എന്താണ്? വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവരുടെ നേതൃത്വത്തിലെതിരെ ആൾക്കാർക്കെതിരെ ഉയർന്ന ചില പരാമർശങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നുള്ളതാണ്. ശ്രീമതി ഗായത്രി വർഷ, അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന അങ്ങേയറ്റത്തെ സെക്ഷൽ അട്രോസിറ്റീസിനെ കുറിച്ച് മാത്രമല്ല,
ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്തവണ്ണം ഗതികെട്ട ഒരുപിടി പാവങ്ങളുടെ അവസ്ഥ കൂടിയാണ്. ഈ അവസ്ഥകളൊന്നും ഞങ്ങളുടെ മൂക്കിൽ മുമ്പിൽ നടന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നതായിരുന്നെങ്കിൽ കുറച്ചുകൂടി അന്തസ്സുള്ള രാജിയാകുമായിരുന്നു അത്. ശ്രീമതി ഗായത്രി വർഷം, അതിനൊന്നും ഒരു അന്തസ്സുമില്ല. കാരണം മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണിത്, മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു, ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ ഒരു കിടക്ക കാണുന്നതോ അല്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. ഈ ഭൂമി ഇങ്ങനെ നടക്കുന്നിടത്ത് ഏറ്റവും സംഭാവനാത്മകമായ എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ സ്ത്രീക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അവളെ കാണുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാവണം പെണ്ണിൻ്റെ നേരെ. സ്വന്തം തൊഴിലിടത്തിൽ സ്വന്തം തോളത്തിനൊപ്പം എനിക്ക് ഗിവ് ആൻഡ് ടേക്ക് തരുന്ന അഭിനയ പ്രോസസ്സിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീക്ക് എന്നോടൊപ്പം എനിക്ക് തരാനുള്ള കോൺട്രിബ്യൂഷൻ അവളിലുണ്ട് എന്ന് പറയുന്ന ബഹുമാനം വേണം. അതല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല, വെറുതെ എൻ്റെ നിഴലായിട്ട് മാറി നിൽക്കാൻ ഒരു ഇമേജ് മതി, ആരെങ്കിലും മതി എന്ന് പറയുന്ന ആ ആരെങ്കിലുമായി വരുന്ന ഒരു പെണ്ണ് അവളൊരു വെറും ശരീരം മാത്രമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിൽ. ഞാൻ ഇവരെയൊക്കെ വളരെ തികഞ്ഞ സാംസ്കാരിക പ്രവർത്തകരായി കാണുന്നത്. സമൂഹത്തിന് അവർ സാംസ്കാരിക സംഭാവന കൊടുക്കുന്നവരാണ്. അപ്പോൾ അവരത്ര മോശമായും താഴ്ന്ന രീതിയിലും ഒരു സ്ത്രീയെ കാണുന്നുണ്ടെങ്കിൽ അത് മാറണം, മാറ്റിയേ പറ്റൂ. സ്വയം വിമർശനാത്മകമായിട്ട് തെറ്റുകളെ കണ്ടെടുക്കണം. ഞാൻ എത്താം മാഡം. ഇന്നിപ്പോൾ ഉണ്ടായ മറ്റൊരു പ്രതികരണം സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. അങ്ങേയറ്റം അപക്വമായ പ്രതികരണമാണ്. അത് പറയാനുള്ള കാരണം, നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തിൽ നിന്നല്ല രാജ്യത്ത് തന്നെ ഇത്തരം ഒരു പഠനമുണ്ടായി. ആ പഠനം 5 വർഷക്കാലത്തോളം പൂഴ്ത്തിവെക്കപ്പെട്ട് അത് പുറത്തു വന്ന് അത് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം, തുടർ പ്രതികരണം ഒന്ന് കാണാം. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിൻ്റെ കാര്യം? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. മിസ്റ്റർ, എന്താണ് പറയാനുള്ളത്? ബിജെപി അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എൻ്റെ വഴി എൻ്റെ അവകാശമാണ്. പ്ലീസ് മിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ കൊല്ലം ഭരണിക്കാവ് മാടൻനട ദേവീക്ഷേത്രത്തിനടുത്ത് ലക്ഷ്മി നിവാസിലെ സുരേഷ് ഗോപിയോടല്ല അത് ചോദിക്കുന്നത്, തൃശ്ശൂരിൻ്റെ എംപിയോടും രാജ്യത്തിൻ്റെ മന്ത്രിയോടുമാണ്. രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖല ഡെവലപ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ആ റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുന്നത്. അതിന് സുരേഷ് ഗോപിയുടെ മറുപടി അത് മാധ്യമങ്ങളുടെ തീറ്റയാണ്, നിങ്ങളത് വിറ്റ് പണം ഉണ്ടാക്കോ എന്നുള്ളതാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ സുരേഷ് ഗോപി നിങ്ങൾ ഇവിടുത്തെ BJPക്ക് ഒരു ബാധ്യതയായോ? വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ BJPക്ക് എതിരാക്കാനും സുരേഷ് ഗോപിയെ ജനങ്ങൾക്കെതിരാക്കാനും നിങ്ങൾ നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വിഷയത്തിൽ കുറച്ചുകൂടെ അവധാനതയോടുകൂടി കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു സുരേഷ് ഗോപി എന്ന ഒരഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. കുറച്ചുകൂടെ അവധാനതയോട് കൂടിയിട്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. മിസ്റ്റർ ഹഷീം, അതിനൊരു സമയം തരണം. നമുക്കെല്ലാവർക്കും അറിയാം ഈ BJPയുടെ ഈ വിഷയത്തിലെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ പേരിന് കളങ്കം ചാർത്തിയിരിക്കുന്നു. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഇവിടെ സിനിമാ മേഖലയിലെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു എക്സ്പ്ലോയിറ്റേഷൻ അമ്മ നടത്തുന്നു എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം ഉണ്ടായപ്പോൾ അമ്മ സംഘടന പിരിച്ചുവിടണമെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഇത്രയും ദിവസം ഞങ്ങളെ ക്ഷണിച്ചില്ല ചർച്ചയിൽ. അതെന്താ കാരണം? അതിന് കാരണമുണ്ടല്ലോ. അതേസമയത്ത് നിങ്ങൾ ഇന്ന് ഞങ്ങളെ ക്ഷണിച്ചു. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകളിൽ പെടാതെ പോകേണ്ടതായിരുന്നു സുരേഷ് ഗോപി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ അവധാനതയോടുകൂടി. കാരണം അദ്ദേഹം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം പോലെയല്ല, ഇത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം പോലെയല്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു സർക്കാർ നിയോഗിച്ചൊരു സമിതിയാണ്. അതതിൻ്റെ ഒഫീഷ്യൽ പ്രൊസീജിയറിൽ ഇരുന്നു കൊണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്ന അങ്ങേയറ്റത്തെ തെമ്മാടിത്തരങ്ങളെപ്പറ്റി പഠിച്ച് ഒഫീഷ്യലായി വെക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് രാജ്യത്തൊരിടത്തും അത്തരത്തിൽ റിപ്പോർട്ട് ഉണ്ടായില്ല. 5 വർഷത്തോളം പൂഴ്ത്തിവെക്കപ്പെട്ടെങ്കിലും അത് പുറത്തു വന്ന് അതിൽ സജീവ ചർച്ച നടക്കുന്ന സമയത്ത്
അത് മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്ന സുരേഷ് ഗോപിയുടെ വാദത്തെ നിരുപാധികം ബി ഗോപാലകൃഷ്ണൻ തള്ളിപ്പറയില്ല. കാര്യം ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ എത്ര ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ആളാണ്, നമ്മൾ തമ്മിൽ എത്ര ഏറ്റുമുട്ടിയ ആളാണ്, അങ്ങേക്ക് കൈ പൊന്തിയിട്ടുണ്ടോ ഇന്നേ വരെ ഒരു മാധ്യമപ്രവർത്തകൻ നെഞ്ചിന് നേരെ? ബി ഗോപാലകൃഷ്ണൻ ചെയ്യാമോ അത്? നിങ്ങൾ പറയുന്നത് തെറ്റാണ് ആഷ്മി. ഏത് മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കൈ ഓങ്ങിയത് നിങ്ങൾ പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ, അതായത് ഈ സംഭവം നടന്ന സമയം മുതൽ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. നിരവധി ചാനൽ ചർച്ചയിൽ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഒരു ചാനൽ പറഞ്ഞത് കയ്യാങ്കളിക്ക് തയ്യാറായി, കയ്യാങ്കളി നടത്തി. നിങ്ങളുടെ ചാനൽ പറഞ്ഞത് കയ്യേറ്റം നടത്തി. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? ഞാൻ ആ വിഷയത്തെയാണ് വിമർശിക്കുന്നത്. പറയാൻ പറ്റും. കുറച്ച് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിഷ്വൽ കാണിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു തീർന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. എന്നോടാണല്ലോ ചോദിച്ചത്. ഞാൻ ഈ തൃശ്ശൂരിലുള്ള വ്യക്തിയാണ്. തൃശ്ശൂരിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സീനിയറായിട്ടുള്ള ആ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഞാനുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനൊരു കയ്യേറ്റം സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ മുടക്കില്ല. കഴിഞ്ഞ് വിഷ്വൽ കാണിച്ചോളൂ. താങ്കൾ കേൾവി വഴി കേൾക്കുന്നത് നേരിട്ട് കാണുന്ന രണ്ടാണല്ലോ. ഈ വിഷ്വൽ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ. ബി ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് ആ ദൃശ്യം കണ്ടിട്ട് നോക്കൂ ഉന്നം വെച്ച് ഏതോ ഒരു മാധ്യമപ്രവർത്തനം നെഞ്ചിൽ നോക്കി തള്ളിയിട്ട് താങ്കൾ പറയുകയാണത് കയ്യേറ്റമല്ലെന്ന് പറയുകയാണ്. ഈ വിഷ്വൽ അങ്ങ് കാണുന്നുണ്ടോ ബി ഗോപാലകൃഷ്ണൻ? ഈ വിഷ്വൽ കണ്ടാൽ അങ്ങേക്ക് ആരെയും വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം സംസാരിക്കാനായിട്ട് താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയുമ്പോൾ താങ്കൾ വീണ്ടും ചോദ്യം ചോദിക്കരുത്. പണ്ടേ ഞാൻ പറയാറുണ്ട്, ഒരാൾ പറയുമ്പോൾ അത് പറയാൻ അനുവദിക്കേ. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ തമ്മിലുള്ള വലിയ യുദ്ധമൊന്നും അല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ എന്താണ് സംഭവം നടന്നത്. ഞാൻ ഒറ്റ കാര്യത്തിലാണല്ലോ നിങ്ങളോട് പറയുന്നത് വിയോജിപ്പ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പരാമർശമോ അല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ചുകൂടെ അവധാനത വേണ്ടിയിരുന്നു എന്ന് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു നിങ്ങളോട്. BJPയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഇന്നലെ വരെ അമ്മ പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ കോൺഗ്രസ്സുകാരെയും CPM-കാരെയും മാത്രം വിളിച്ച് നിങ്ങൾ ചർച്ച നടത്തി, ഞങ്ങളെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. ഇന്നത്തെ സംഭവത്തിൽ അവധാനത വേണമെന്ന് ആദ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു കയ്യേറ്റവും ഒരു കയ്യാങ്കളിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വേണം നോക്കിക്കോളൂ. അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം ദൃശ്യം കൽപ്പിക്കൂ, ഞാൻ പറഞ്ഞതിന് ശേഷം ദൃശ്യം കാണിക്കൂ. അദ്ദേഹം വരുന്ന വഴിയിൽ മീഡിയ 1-ന്റെ ലേഖകൻ അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ പോയി നിന്നു. നമ്മുടെ നിങ്ങളുടെ സ്പീക്കറുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് ഏതാണ്ടൊരു തടയുന്ന രീതിയിൽ നിന്നു. അദ്ദേഹം കൈകൊണ്ട് മൈക്കുമേൽ ആ കൈകൊണ്ട് തട്ടി. സ്വാഭാവികമായും ആ കൈകൊണ്ട് അദ്ദേഹത്തെ ആ മൈക്കിന് പിടിച്ചു നിന്ന ആളെ അദ്ദേഹം ആ മൈക്കുമേലാണ് ചെയ്തത്. ഇത് ഞാൻ ഇന്നത്തെ സീനിയറായിട്ടുള്ള നിങ്ങളുടെ അടക്കമുള്ള, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ 24-ൻ്റെ അല്ല, മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചതാണ്. മനസ്സിലായി? നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ. ഏതെങ്കിലും ഒരു വ്യക്തി ഇതാണ് സംഭവം. അദ്ദേഹം ആ കൈയാണ് തട്ടിയത്. അല്ലാണ്ട് ഒരിക്കലും അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല, കയ്യേറ്റം നടന്നിട്ടില്ല, കയ്യാങ്കളി നടന്നിട്ടില്ല. അതാണ് സത്യം. ആ മൈക്ക് മാറ്റാനുള്ള അവകാശം ഇല്ലേ? വഴി തടയാനുള്ള അവകാശമുണ്ടോ? അങ്ങ് ആ ദൃശ്യം കണ്ടിരുന്നുവെങ്കിൽ, അങ്ങ് ഇപ്പോഴും ആ ദൃശ്യം കണ്ടിട്ടില്ല. നമ്മുടെ സ്ക്രീനിൽ ആ ദൃശ്യം കാണുന്നുണ്ട്. ആ ദൃശ്യം കണ്ടിരുന്നുവെങ്കിൽ അങ്ങ് അവിടുത്തെ തലമുതിർന്ന മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ആരും സുരേഷ് ഗോപിയുടെ വഴി തടയുന്നില്ല. സുരേഷ് ഗോപിക്ക് കാറിലേക്ക് കയറാൻ ആരും പിടിച്ചു നിർത്തുന്നില്ല. സ്ക്രീനിൽ കാണുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ സുരേഷ് ഗോപിക്ക് കാറിലേക്ക് കയറാൻ ആരും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നില്ല. കേന്ദ്രമന്ത്രിയോട്, ഇക്കാലം അത്രയും ഈ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ആളോട്, അവരുടെ സഹപ്രവർത്തകർ നേരിട്ട് അങ്ങേയറ്റത്തെ സെക്ഷൽ അട്രോസിറ്റിയെ പറ്റി ചോദിക്കുമ്പോൾ ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഏതോ പഴയ കഥാപാത്രത്തിന്റെ ഓർമ്മയിൽ മുന്നോട്ടാഞ്ഞ് ഒരാളുടെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് കയ്യേറ്റം നടന്നിട്ടില്ലെന്നോ? അനിലക്കര പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസെടുക്കുക വേറെ കാര്യം, കേസെടുക്കലൊക്കെ വേറെ കാര്യം. ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ പറയണമെന്നും കൂടി കേൾക്കും. ഒരാളുടെ നെഞ്ചിലും ചെയ്തിട്ടില്ല.
ഞാൻ പ്രധാനപ്പെട്ട സീനിയർ ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചതാണ്. ഇത് കുറച്ച് കാലമായിട്ട് നമ്മുടെ സൂരജ് സജി അവിടെ ഉണ്ടല്ലോ, താങ്കൾക്കും അറിയാവുന്ന ആളാണ് സൂരജ് സജി. ഞങ്ങൾ ശരി, സൂരജ് സജി ഇങ്ങനെ എന്താണ് സുരേഷ് ഗോപി കാറിന്റെ മുന്നിൽ നിന്ന് ഓങ്ങി വന്ന് ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളുന്നത് കണ്ടാലും അത് കയ്യേറ്റമല്ലെന്ന് പറയും. കയ്യേറ്റമാണോ ഉണ്ടായത്, മൈക്കിൾ പിടിക്കലാണോ ഉണ്ടായത്? സൂരജ് അല്ല ആ സ്ഥലത്തുണ്ട് സൂരജ് പറയട്ടെ, ആ സ്ഥലത്തുണ്ട് സൂരജ് പറയട്ടെ, ആ സ്ഥലത്തുണ്ട് സൂരജ് പറയട്ടെ, സൂരജ് പറയും. ഹാഷ്മി, ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരും സ്വയമേ അങ്ങോട്ട് ചെന്നതല്ല. അവിടെ ഉണ്ടായിരുന്ന BJP-യുടെ അടക്കം പ്രവർത്തകരുമായി നമ്മൾ സംസാരിച്ചതാണ്. അവരാണ് തിരുത്തി പറഞ്ഞേക്കും എന്ന് പറയുന്നത്. ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിയോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അഖിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ശരണ്യ എന്ന് പറയുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയുമാണ് തള്ളിയത്. അത് പുഷ് ചെയ്യുക എന്നുള്ളതല്ല, കൈ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പുറകേട്ട് തള്ളി മാറ്റുകയായിരുന്നു. അവിടെ മാത്രമല്ല പുറകിലേക്ക് പോയത്, അഖിലിനെ മാത്രമല്ല സുരേഷ് ഗോപി അവിടെ ലക്ഷ്യം വെച്ചത് മുഴുവൻ മാധ്യമപ്രവർത്തകരെയുമായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം പിന്നോട്ട് മറിഞ്ഞു വീഴാൻ പോയി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം ഈ പുറകിലേക്ക് പോയി. ഒരു തരത്തിലും ഈ കാറിന്റെ ഡോറിന് മുന്നിലേക്ക് ഒരു മാധ്യമപ്രവർത്തനം വന്നിട്ടില്ല. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം സുരേഷ് ഗോപിക്ക് സുഖമായി ആ കാറിന്റെ ഡോറ് തുറന്ന് കയറാൻ കഴിയും. ആ ദൃശ്യം നമ്മുടെ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. ആ കാറിന്റെ ഡോറ് ആരും വളഞ്ഞിട്ടില്ല, സുഖമായി അങ്ങോട്ട് കയറാൻ കഴിയുന്ന ഡോറാണ് ആ സമയത്തുണ്ടായിരുന്നത്. സുഖമായി തന്നെയാണ് അദ്ദേഹം അതിനുശേഷവും നടന്നു കയറിപ്പോയത്. അങ്ങനെ ഈ കാറിലേക്ക് കയറുന്നത് ഒരു മാധ്യമപ്രവർത്തകനും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഈ ക്യാമറ ഉണ്ടായിരുന്ന പോലും ഈ ട്രൈപോഡിലാണ്. ട്രൈപോഡിൽ നിന്നൊരു ക്യാമറ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ മിനിമം അവിടെ നിന്ന് എടുക്കണമെങ്കിൽ പോലും എത്ര സമയമെടുക്കും എന്നുള്ള ഹാഷ്മിക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. ആ ക്യാമറ പോലും അവിടെ നിന്ന് എടുക്കാനുള്ള ഞാൻ പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ അത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചാലേ മനസ്സിലാകൂ. അതല്ലാതെ ഈ കാണുന്ന എന്താണ്, ഞാൻ മര്യാദയുടെ വാക്യം പ്രയോഗിക്കുന്നില്ല. ഈ കേന്ദ്രമന്ത്രിയുടെ അങ്ങേയറ്റത്തെ അപക്വമായ ഈ നടപടി കയ്യേറ്റമല്ല എന്ന് പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ ബി ഗോപാലകൃഷ്ണൻ കയ്യേറ്റമല്ല, അത് മൈക്കിൾ പിടിച്ചു തള്ളിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തിരുത്താൻ കഴിയില്ല. കാര്യം ദൃശ്യം പ്രേക്ഷകർ കാണുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. ആഷ്മി, നിങ്ങളുടെ ലേഖകൻ, നിങ്ങളുടെ ഈ ദൃശ്യത്തിൽ ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ലേഖകൻ സൂരജ് നിൽക്കുന്നത് എവിടെയാന്ന് നോക്കൂ. സൂരജ് നിൽക്കുന്നത് ഈ ദൃശ്യത്തിൽ സുരേഷ് ഗോപിയുടെ പുറകിലാണ്. സുരേഷ് ഗോപിയുടെ പുറകിൽ നിൽക്കുന്ന സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെയും തള്ളി എന്ന് പറയുന്നത് സൂരജ് കുറച്ച് കാലമായി സുരേഷ് ഗോപിക്കെതിരെ കോടതിയിൽ വാദിക്കുന്ന വക്കീൽ, അങ്ങ് ഒരുപാട് കേസുകൾ വാദിക്കുന്ന വക്കീലല്ലേ ബി ഗോപാലകൃഷ്ണൻ? എനിക്ക് നന്നായിട്ട് അറിയാം സൂരജിനെ. അങ്ങ് ഒരുപാട് പ്രധാനപ്പെട്ട കേസുകൾ വാദിക്കുന്ന വക്കീലല്ലേ സി ബി ഗോപാലകൃഷ്ണൻ? അങ്ങ് ഇത്ര ബാലിശമായ വിട്ടേക്കു അത് വിട്ടേക്കു. ശരി, സൂരജ് എവിടെ നിൽക്കണം നോക്ക്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങ് കോടതിയിൽ ഒരുപാട് സൂരജിന്റെ ക്യാമറ ഫ്രണ്ടിൽ നിന്നാ കാണുന്നേ. ബി ഗോപാലകൃഷ്ണൻ, സൂരജ് സജി ബാക്കിൽ നിൽക്കുമ്പോ ആ ക്യാമറ ഇരിക്കുന്ന എവിടാ? ആ ക്യാമറ ഇരിക്കുന്ന എവിടാ? എന്റെ ഗോപാലകൃഷ്ണൻ സാറേ, അങ്ങ് കോടതി വാദിച്ച് ജയിക്കുന്ന ഒന്നാം തരം വക്കീലല്ലേ? ഇങ്ങനെ ബാലിശവാദങ്ങൾ പറയല്ലേ? കോട്ടെ, വിട്ടേക്ക്. ഇനി സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയത് അങ്ങേക്ക് പ്രശ്നമല്ലെങ്കിൽ പ്രശ്നമല്ല, ഏറ്റെടുത്തോളൂ, ഒരു പ്രശ്നമില്ല. പ്രധാനപ്പെട്ട സീന് ഞങ്ങൾ വളരെ ക്ലിയർ ആണ്. സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരെയും തള്ളിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അവധാനത വേണമായിരുന്നു. ഞാനത് കൃത്യമായി പറഞ്ഞു. നിങ്ങളുടെ സൂരജ്, അയാൾ കുറെ നാളായി സുരേഷ് ഗോപിയുടെ മെക്കെട്ട് കയറാൻ നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ വിലക്കെടുക്കുന്നില്ല. മുതിർന്ന BJP നേതാവിന്, സംസ്ഥാനത്തെ മുതിർന്നൊരു BJP നേതാവ് പറയേണ്ട വാക്കല്ലത്. പോട്ടെ, താങ്കൾ തന്നെ പറയുകയാണ് സുരേഷ് ഗോപിയുടെ ദൂരെയാണ് സൂരജ് നിൽക്കും. താങ്കൾ തന്നെ പറയുകയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയെ മെക്കിട്ട് കയറാൻ സൂരജ് ഇപ്പുറത്ത് നിൽക്കണ്ടേ? താങ്കൾ തന്നെ വാദിച്ചു നോക്കല്ലേ ബി ഗോപാലകൃഷ്ണൻ? കഷ്ടമാണ്, പരിഹാസ്യമാവല്ലേ? വിട്ടേക്കു. ഇനി താങ്കൾ സുരേഷ് ഗോപി മാധ്യമങ്ങളെ തല്ലി എന്ന് പറഞ്ഞാലും താങ്കൾക്കതിനെ ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സീനിയർ ലേഖകര്, ശരി, സീനിയർ ഒരു ന്യായീകരണവും ഇല്ല. സീനിയർ ആയിട്ടുള്ള ഇവിടുത്തെ ലേഖകന്മാർ എന്നോട് പറഞ്ഞതാ. പേര് വേണം ഞാൻ വെളിപ്പെടുത്താം. അത് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങയുടെ അവിടുത്തെ ഏത് കൊടികെട്ടിയ സീനിയർ വെളിപ്പെടുത്തിയാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന സത്യത്തിൽ വലുതല്ലോ. അത് വിട്ടേക്കു. അങ്ങ് അതിനെ ന്യായീകരിക്കാണ്. അത് വിട്ടേക്കു. ഓക്കെ, ശ്രീമതി ഗായത്രി വർഷയ്ക്ക് ശ്രീമതി ഗായത്രി വർഷ, ഈ ഒറ്റ വിഷയത്തിൽ കൂടി എനിക്കൊരു ചെറിയ പ്രതികരണം. സുരേഷ് ഗോപി ഇന്ന് ചോദിക്കുകയാണ്, ഇത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ്, നിങ്ങൾ ആ തീറ്റ വിറ്റ് പണമാക്കിക്കോളൂ. എന്താണ് തീറ്റ? കേരളം ഇതുവരെ കാണാത്ത ഒരു റിപ്പോർട്ട് വന്ന് നമ്മൾ ഞെട്ടി. എന്താണ്? ഒരു മനുഷ്യ സഹനത്തിൻ്റെ പരമാവധിയിൽ സ്ത്രീകളോട് കാണിക്കാൻ കഴിയാവുന്ന അങ്ങേയറ്റത്തെ വൃത്തികേട് കാണിച്ച റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അത് മാധ്യമങ്ങൾക്ക്
കിട്ടുന്ന തീറ്റയാണ്, അത് മാധ്യമങ്ങൾ വിറ്റ് ഈ റിപ്പോർട്ട് കിട്ടിയ പിന്നെ ഞങ്ങൾ തലയ്ക്ക് വെച്ചുറങ്ങണോ ശ്രീമതി ഗായത്രി? ഹാഷ്മി, ഇതിനകത്ത് ഈ ചർച്ചയുടെ ഈ ഭാഗം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആദ്യം തന്നെ വളരെ പരിഭവം നിങ്ങളോട് പറഞ്ഞു. മാധ്യമക്കാരും ബി ജെ പിയുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു വിഷ്വലിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ അകത്ത് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള തീറ്റയല്ല. ഇപ്പം ഇതുവരെ ഒരു ചർച്ചയിലും ഒരു വിഷയത്തിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ഒന്നും ചർച്ചയ്ക്ക് വരാതിരുന്ന ഞാൻ ഉൾപ്പെടെ സജീവമായി മാധ്യമങ്ങളുടെ മുമ്പിൽ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ ചർച്ചയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളും അതിവിമർശനങ്ങളും ഒന്നുമില്ലാതെ തന്നെ വളരെയധികം മുന്നോട്ട് നല്ല രീതിയിൽ വരണം എന്നുള്ള രീതിയിലുള്ള സമീപനം മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ടേ കാര്യം, സുരേഷ് ഗോപി, ഞങ്ങളൊക്കെ വിളിക്കുന്ന സുരേഷ് ഏട്ടൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു സിനിമ. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ, പത്രം മുതൽ ഉള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം MP ആയി വിജയത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷ്വലിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആംഗിളിൽ വന്നിട്ട് വളരെ ഭംഗിയാണ് കാണാൻ, വളരെ ഹീറോയിസം ഉണ്ട് കാണാൻ. ആ ഹീറോയിസത്തിൽ വന്നിട്ട് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്നത് വളരെ കൃത്യമായി നമ്മൾ കാണുമ്പോഴും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. ഇത് ഇവരുടെ ഒരു പൊതു രീതിയാണ്. ഈ സത്യേതരം സത്യാനന്തരം എന്നൊക്കെയുള്ള പദങ്ങൾ വന്നത് ഈ സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത തുടങ്ങിയപ്പോൾ തന്നെയാണ്. അതിനെപ്പറ്റി എനിക്ക് അത്രേ കമൻറ്റ് പറയാനുള്ളൂ. ഞാനത് അവിടെ നിർത്തുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നല്ലതല്ല. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഏറ്റവും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവഗാഹതയോടുകൂടി പെരുമാറേണ്ടതും അഭിപ്രായം പറയേണ്ടതുമായ ആൾക്കാരിൽ ഒരാൾ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയാണ്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മളിപ്പോഴും സിനിമാക്കാരനായിട്ടാണ് ആരാധിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിഗറിലോ പൊളിറ്റിക്കൽ രീതികളിലോ അല്ല നമ്മൾക്ക് ഒരു ആരാധനയുമില്ല. പകരം കുറച്ചൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ട്, കുറച്ചൊക്കെ അധികം കോമാളി വേഷം കെട്ടുന്നു എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ, സിനിമാക്കാരനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് സിനിമയുടെ വിഷയത്തിൽ അവഗാഹതയോട് കൂടി തന്നെ ഞാൻ അഡ്വക്കേറ്റിൻ്റെ വാക്ക് കടമെടുക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവണം എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് കാണിച്ച ഈ പ്രകടനം അതിമോശം എന്ന് മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. താങ്ക് യു ഗായത്രി. ഞാൻ ബാക്കി ഡോക്ടർ ആശ ആച്ചി ജോസഫിലേക്കും ശ്രീ റിജിയിലേക്കും വൈചേട്ടനിലേക്കും ഞാൻ വരാം. അതിനു മുമ്പ് സന്ധ്യയിലേക്ക് വന്നു. സന്ധ്യ, ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന കുറേയധികം വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ ഒക്കെയുണ്ട്. അതിൻ്റെ ഒടുവിൽ നിൽക്കുന്നതാണ് സന്ധ്യയുടെ പ്രതികരണം. സന്ധ്യയ്ക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവം സന്ധ്യ പറഞ്ഞു. അതിനുശേഷം മുകേഷുമായി ചേർത്തും ആരോപണം ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പേര് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആ വെളിപ്പെടുത്തലടക്കം സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് ഉത്തമ ബോധ്യത്തിൽ പറയുന്ന വെളിപ്പെടുത്തലാണോ സന്ധ്യ? അതെ, ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ ഫിലിം ഫീൽഡിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു പടമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ നെഗറ്റീവാണ്. ഇവിടെ കുറേ പേര് ചാൻസിന് വേണ്ടി നിൽക്കുമ്പോൾ, പാഷനായിട്ട് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് വരുന്ന റെസ്പോൺസസ് ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെയൊരു ക്രൈറ്റീരിയ വെച്ചാണ് അവർ മുന്നോട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ടാലൻറ്റിനെ കുറിച്ചോ നമ്മുടെ വർക്കിനെ കുറിച്ചോ അവർക്ക് ഒരു താല്പര്യമില്ല അറിയാനായിട്ട്. അവരുടെ പ്രോജക്റ്റ് എന്താണെന്നോ എന്ത് ക്യാരക്ടർ റോളാണോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയില്ല അവർ പറയുന്നത് ഈ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും കടന്നു വന്നത് ഈ ഒരു രീതിക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ നിങ്ങൾക്കൊരു ഹൈ ലെവലിൽ എത്തണമെങ്കിൽ നിങ്ങൾക്കും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിതൊരു ഒരുപാട് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയല്ല ഞാൻ താല്പര്യപ്പെടുന്നത്, പക്ഷെ ഒരു പാഷനായിട്ടാണ്. എന്നെപ്പോലെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ നോ എന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ അടുത്ത് കുറേ അല്ല, ഞാൻ പറഞ്ഞത് അതൊരു പൊതുപ്രശ്നമാണ്, അത് ചർച്ച ചെയ്യണം. പക്ഷെ താങ്കൾ ഉന്നയിക്കുന്ന മുകേഷിനെതിരെ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉത്തമ ബോധ്യത്തിൽ പറയുന്ന ആരോപണങ്ങളാണോ സന്ധ്യ? അതെ, ഇത് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമല്ല. എനിക്കറിയാവുന്ന ഈ ഫീൽഡിൽ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഒരു ലേഡി എന്നോട് പറഞ്ഞതാണ്. അവർ ഫീൽഡ് വിടാൻ കാരണം തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാണ്.
പിന്നെ ഇവർ മാരി ചെയ്ത് സെറ്റിൽ ചെയ്ത് വേറെ എവിടെയോ ആണ്, എനിക്കറിയില്ല, കോൺടാക്ട്സ് ഇല്ല. പക്ഷെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ വർഷങ്ങൾ മുമ്പ് അവരിങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അതാരും ഇല്ലാത്ത സമയത്ത് അവരുടെ വീട്ടിൽ അവരുടെ മദർ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ഈ ആക്ടർ മുകേഷ് നേരിട്ട് ചെന്ന് അവരെ മിസ്ബിഹേവ് ചെയ്തു. അപ്പോൾ അടിച്ചു പുറത്താക്കേണ്ടി വന്നു ആ ലേഡിക്ക്. അവരൊറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇതവർ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ കാര്യമാണ്. ചോദിക്കാൻ കാരണം സന്ധ്യ ഇന്നലെ സന്ധ്യയുടെ അനുഭവം പ്രതികരണത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ പറയുമ്പോൾ പക്ഷേ ഈ മുകേഷിൻ്റെ കാര്യം സന്ധ്യ പറഞ്ഞിരുന്നില്ല. ഇന്നാണ് മുകേഷിൻ്റെ ആരോപണത്തിൽ സന്ധ്യ അത് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അത് ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ ഈ ഒരു കാര്യം, ഈ തോട്ട് എൻ്റെ കയ്യിൽ വന്നില്ല. പിന്നെ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് നടന്നതായിട്ട് എനിക്കറിയാം. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പേര് മുന്നോട്ട് വന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞുകൂടാ? ബിക്കോസ് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ആർക്കും ഫേസ് ചെയ്യാൻ പാടില്ല. ഐ മീൻ ദേ ഷുഡ് നോട്ട് ബി ഏബിൾ ടു ഫേസ് ദിസ് ലൈക്ക് ദി അതർ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. ഇത് ഷെയർ ചെയ്തതിന് ശേഷം ഈ സഹപ്രവർത്തകർ താങ്കളെ വിളിച്ചിരുന്നോ? ഇല്ല, എനിക്ക് അവരായിട്ട് കോൺടാക്ട്സ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ വർഷങ്ങൾ മുമ്പ് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അവരായിട്ട് കോൺടാക്ട്സ് ഇല്ല. അവർ സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണോ സന്ധ്യ? അതെ, അവർ ഫിലിമിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ചെറിയ ചെറിയ റോൾസാണ് അവർ ചെയ്തിട്ടുള്ളത്. സ്വദേശം എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് അവർ വന്ന് പറയേണ്ടതാണ്. എനിക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ എന്തായാലും അത് റിവീൽ ചെയ്യണം എന്ന് പറയുന്നുമില്ല. പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആരോപണങ്ങൾ വരികയും ആ ആരോപണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കഥയില്ലാത്തതും കഴമ്പില്ലാത്തതുമാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരു സമരമുഖം രൂപപ്പെടുന്നതിനെ റദ്ദ് ചെയ്ത് കളയുന്ന ആകും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ. അപ്പോൾ അത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നവരെ ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്തലല്ല, പക്ഷേ പറയുന്ന കാര്യം ഉത്തമ ബോധ്യത്തിൽ കൊറാബറേറ്റ് ചെയ്യാൻ കഴിയും എന്ന കാര്യങ്ങൾ മാത്രം പറയില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ അതിൻ്റെ എന്താണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ ഇല്ലാതായി പോകും എന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു സന്ധ്യ. ഡോക്ടർ ആശ ആച്ചി ജോസഫ്, ഇവിടെ ഇന്ന് നമ്മൾ കണ്ടത് സുരേഷ് ഗോപിയുടെ പ്രകടനം നമ്മൾ കണ്ടുവന്ന് അത് വിട്ടേക്കാം. ഏറ്റവും ഒടുവിൽ കാണുമ്പോൾ അമ്മ മോഹൻലാൽ ആദ്യം രാജിവെക്കുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെക്കുന്നു, അവർ വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അതിൽ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തിരുത്തിച്ചതിന് നന്ദി എന്നൊക്കെ പറയുകയാണ്. എന്ത് തിരുത്തൽ ഇവർ നടത്തിയെന്നാണ്, ഇവർ എന്ത് ധാർമ്മികതയുടെ പുറത്ത് രാജിവെച്ചെന്നാണ്? നിൽക്കക്കള്ളിയില്ലാതെ, ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ, അല്ലെങ്കിൽ ഇനിയും ചോദ്യം ചോദിച്ചാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് രാജിവെച്ചൊഴിഞ്ഞു എന്നതിനപ്പുറം അമ്മയുടെ രാജി ഏതെങ്കിലും തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടതാണോ ഡോക്ടർ ആശ ആച്ചി ജോസഫ്? ഇത് AMMA എന്നുള്ള സംഘടനയെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഇത്രയും ചർച്ച ഈ പർട്ടിക്കുലർ പരിതസ്ഥിതിയിൽ നടത്തണോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ചും ആ ഇൻഡസ്ട്രിയിലെ ഒരു എന്താ പറയുക ക്ലെൻസിങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ അത് ആ റിപ്പോർട്ടിൽ റെസ്പോണ്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അവർ ഇത് വായിച്ചിട്ടോ വായിക്കാതെയോ അവർക്ക് അവരുടെ ഒരു തരത്തിലുള്ള അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളാകാം, ഇതുകൊണ്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഗവൺമെൻറ് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഒരു വാർത്താ ശകലമാണ്, ശരിയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് പറയാൻ നമ്മൾക്കിപ്പോൾ ഫേസ് വാല്യൂവിൽ ഇതിനെ എടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന്മേൽ അത്ര അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നാണ് WCC കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയിപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ് പരിഗണിക്കുകയും അതിന്മേൽ ആക്ച്വലി വളരെ വലിയ വർക്ക് നടക്കാനുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള വർക്ക് നടത്തുകയാണെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ടൊക്കെയേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ഒന്ന് സെറ്റിലാവുള്ളൂ. അപ്പോൾ ആ കാര്യം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതുവരെ ഒന്നും ചർച്ച ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുന്നോട്ട് വരാത്തത് എന്നാണ് നമ്മൾ അത് വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇത് ഓക്കെ, ഈ സംഘടന, ഇനി ഈ സംഘടനകളുണ്ട്, വേറെ സംഘടനകൾ, പലരും അഭിപ്രായം പറയാത്ത സംഘടനകളുണ്ട്. ഇതിപ്പോൾ ഒരു ഈ പറയുന്ന പോലെ കുറച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും
ഈ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന എന്ന് പറയുന്ന ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു സംഘമായതുകൊണ്ട് മാത്രമാണ് അവരുടെ മേൽ ഇത്രയും സ്പോട്ട്ലൈറ്റ് വീഴുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇന്നത്തെ ഈ ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ അത് യഥാർത്ഥത്തിൽ അവരിനി അവരുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ ഒരുങ്ങണം എന്നാണ് പറയുന്നത്. ഇതൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ലല്ലോ. ഇതിപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിൽ ഇവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ആൾക്കാർ ഇപ്പോൾ തൊട്ടേ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ തുടങ്ങണം. ഇവർ പോയത് അറിയിക്കാതെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യം പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പിന്നെ ഒരു എന്താ പറയണ ഒരു സീൻ മാറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നോക്കുമ്പം അവർ ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ഒരാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ അടുത്ത 2-3 ആഴ്ചകൾ കൊണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ എത്ര ഉത്തരവാദിത്തമാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇവർ 2 മാസം ചോദിച്ചിരിക്കുന്നു എന്തൊക്കെയാണ്. അതായത് ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ മുന്നിൽ ഈ റിപ്പോർട്ട് വായിച്ചോ ഇല്ലയോ എന്ന് പറയുന്നില്ല. അതിനു മുമ്പേ എല്ലാവരും കൂടി സ്ഥാനമൊഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവർ റിപ്പോർട്ട് എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കുന്നു. ഈവൻ വലിയ താരങ്ങളല്ലാതെ നടന്മാർ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവരുടെ ഒക്കെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ തലയൂരാൻ സാധിക്കുന്നതെന്നുള്ള ഒരു വിചിത്രമായ പരിപാടിയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ലെറ്റ് us see what is going to happen എന്നാണ് ഞാൻ ശ്രീ പ്രിജിയിലേക്കും ബൈജു കൊട്ടാരക്കര അരമണിക്കൂർ വൈകിയോട് ക്ഷമിക്കണം. നമ്മൾ എന്താണ് മറ്റു ചില ചർച്ചകളായി പോയി. ശ്രീ ബൈജു കൊട്ടാരക്കര, പ്രിജി അനത്താമേ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ നമ്മൾ സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. അതിങ്ങനെ ഈ വെള്ളത്തിൽ ഉതളങ്ങാ കിടന്ന് മറിയും മട്ടിലായിരുന്നു വാർത്താ സമ്മേളനം. ഒടുവിൽ സിദ്ദിഖിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതിന് പകരം ചുമതല ഏൽപ്പിക്കാനിരുന്ന ബാബുരാജിനെതിരെ കേസ് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂട്ടരാജി കണ്ട് തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറയുന്നൊരു ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന പെങ്ങൾമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഒളിച്ചോടിപ്പോയ പ്രസിഡന്റ് എന്ന നിലയ്ക്കാകും മോഹൻലാലിൻ്റെ പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് സോണിയ തിലകൻ. അത് അവരുടെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ എനിക്കും ആ അഭിപ്രായമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും താരപ്രമുഖൻ ഈ വിഷയത്തിൽ 2 വാക്കെങ്കിൽ 2 വാക്ക് പറയണമായിരുന്നു. ആ പറച്ചിലടക്കം ഒഴിവാക്കി പോകാനുള്ള ഒരു കുനിഷ്ട് പണിയായിപ്പോയില്ലേ ശ്രീ ബൈജു കൊട്ടാരക്കര എക്സിക്യൂട്ടീവിൻ്റെ രാജി? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാശ്മീർ. അതായത് മോഹൻലാലിന് ധാർമ്മികമായിട്ടും ബാധ്യതയുണ്ടായിരുന്നു. അമ്മയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ധാർമ്മികതയുണ്ടായിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ വന്നു പെടുമ്പോൾ അതിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ ഈ പരാതി കൊടുത്തത് എന്താണെന്ന് അന്വേഷിക്കാൻ, ഈ പരാതി കൊടുത്ത പെൺകുട്ടികളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഇതിനൊക്കെ മോഹൻലാലിന് ബാധ്യതയുണ്ടായിരുന്നു. എത്ര വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും ഒരു സംഘടനയുടെ പ്രസിഡന്റായിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഒളിച്ചോടുക തന്നെയായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ചിലപ്പോൾ ഈ കമ്മിറ്റിയിലുള്ള ചില ആളുകളുടെ പേരിലെങ്ങാനും അലിഗേഷൻസ് വന്നാലോ എന്ന് കരുതിയായിരിക്കണം ഒരുമിച്ച് രാജിവെച്ചേക്കാം, പത്രക്കാരുടെ വായടച്ചേക്കാം എന്തൊക്കെ തോന്നിയത്. അങ്ങനെ പത്രക്കാരുടെ വായടയ്ക്കാനും പത്രക്കാരെ തല്ലാനും ഒക്കെ ചെല്ലുന്ന നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. രാവിലെ സുരേഷ് ഗോപിയെ കണ്ടില്ലേ? സുരേഷ് ഗോപി മാധ്യമത്തിൻ്റെ മീഡിയ വണ്ണിൻ്റെ ഒരു റിപ്പോർട്ടറെ തല്ലാനായിട്ട് ചെല്ലുന്നു. സുരേഷ് ഗോപിയൊക്കെ ഈ ഇലക്ഷൻ നിന്ന കാലം മുതൽ മാടമ്പിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലുള്ള കാലത്തൊന്നും സുരേഷിയുടെ മനസ്സിൽ മാടമ്പിയില്ല. ഞാനും അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മാടമ്പിത്തരമൊക്കെ ഈ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി സ്വയം ഞാനൊരു മാടമ്പിയാണ്, പൂണൂലിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഇനി എനിക്ക് വേറൊരു സംശയം തോന്നുന്നത്, സുരേഷ് ഗോപി ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു 30 വയസ്സുള്ള ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് അവളുടെ മണം ഊറ്റി വലിച്ചെടുത്തേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരിക്കൽ. ഇനി അയാളുടെ പേരെങ്ങാനും ഇനി ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും വന്നു പോയെങ്കിലോ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. ലങ്ക എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിൽ നടന്നു. ലങ്ക, സുരേഷ് ഗോപിയാണ് എന്റെ നായകൻ. സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് രായ്ക്ക് രാമാനം 2 ദിവസം മുങ്ങി ഇവിടുന്ന്. അതിന്റെ സംവിധായകനായ AK സന്തോഷിനും ആ യൂണിറ്റിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്ങോട്ടാണ് മുങ്ങിയതെന്നും എന്തിനാണ് മുങ്ങിയതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും. ഞാനിത് തൽക്കാലം ഈ ചാനലിലൂടെ അത് വിളിച്ചു പറയുന്നില്ല. കാരണം അതൊക്കെ അറിയാവുന്ന സിനിമാക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം എന്തിനാണ് ആ സുരേഷ് ഗോപി എന്ന് മുങ്ങിയതെന്നും ആ പോയതെന്നുമുള്ള കാര്യങ്ങളൊക്കെ.
അപ്പൊ അല്ല, അതൊക്കെ വ്യക്തിപരമായ മനസ്സിൽ അഭിപ്രായമാണ്. കിടക്കുന്ന ഒരു frustration ആവാം. അല്ലല്ല സുരേഷ് അല്ല ഗോപിക്ക് ശ്രീ ചിലപ്പോ ബൈജു കുട്ടറക്കര അത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപര നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അത് ബൈജു കുട്ടറക്കര പറയുന്നതാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രശ്നം ഇവിടെ ഇതല്ലെന്നേ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ല, ഞാൻ എന്താണ് ഇത് വ്യക്തിപരമായി ഇത് connect വായിച്ചാൽ ഇന്നലൊക്കെ ചർച്ചയ്ക്ക് വന്ന ആരോ ഇക്കിളിക്കഥ തോന്നുന്നു. ഇക്കിളിക്കഥയൊന്നുമല്ല ഇത്. ഇവിടെ പുരുഷഗണം സ്ത്രീഗണം എന്ന് രണ്ട് മനുഷ്യഗണമാണ്. അതിലൊരു ഗണം നേരിടുന്ന അങ്ങേയറ്റത്തെ അതിക്രമങ്ങളുടെ വാർത്ത വായിച്ച് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. അമ്മാതിരി റിപ്പോർട്ടാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയമാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ തീറ്റ എന്ന് പറയുന്നതിനെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മിണ്ടരുത്, അത് മര്യാദകളാണെന്ന് പറയണം ബൈജു കൊട്ടരക്കര. അതാണ് ഞാൻ ആഷ്മി ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ആ നിർമ്മാതാവിനുണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആര് സഹിക്കും എന്ന് സുരേഷ് ഗോപി ചിന്തിച്ചില്ല. ഒന്നത് പോയത് എന്തിനും ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ ജനത്തിനറിയാം. ജനത്തിനെല്ലാം സിനിമാക്കാർക്കറിയാം. ഇനി അത് കഴിഞ്ഞോട്ടെ. ഇനി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു മാധ്യമങ്ങൾക്കുള്ള തീറ്റ ആയിക്കോട്ടെ എന്നുള്ളത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ റിപ്പോർട്ടറായാലും ക്യാമറമാനായാലും ആരായാലും ശരി, അവരവരുടെ അന്നത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. സുരേഷ് ഗോപി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ഓസിനാണോ, ഏതാ ധർമ്മത്തിനാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? അങ്ങേരിപ്പോ കേന്ദ്രമന്ത്രി അയക്കുന്നത് ധർമ്മത്തിനാണോ? അപ്പോ ഒരു നാട്ടിലെ വോട്ട് ചെയ്ത ആളുകളെ മുഴുവൻ മറന്നിട്ടാണ് ഈ മാതിരിയുള്ള പ്രവർത്തികൾ എന്ന് ഓർമ്മ വേണം. സുരേഷ് ഗോപി ആരെയാണ് ഈ പേടിപ്പിക്കുന്ന? ആരെയാണ്? ഒരു തമ്പുരാൻ കളിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മുകേഷ് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ടായത്. ആദ്യം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ല ബൈജു കൊട്ടരക്കര, ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിൽ കേരളത്തിൽ ദീർഘവർഷങ്ങൾ മലയാള സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്. ആ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി, ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി എവിടാണ് അറിയാത്ത ആൾക്കാർ നമുക്ക് പോയി പ്രതികരണം ചോദിക്കുന്നില്ല. മോഹൻലാൽ എവിടെയാണെന്ന് അറിയാത്തവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുന്നില്ല. ജയറാം എവിടെയാണെന്ന് അറിയാത്തവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുന്നില്ല. ശ്രീ ബൈജു കൊട്ടരക്കരെ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥമായതുകൊണ്ടാണ്. അത് അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഇതിനകത്ത് പ്രതികളായി വരാൻ സാധ്യതയുണ്ട്, മുകേഷ് അടക്കമുള്ള ആളുകൾ. അല്ലെങ്കിൽ തനിക്ക് തന്നെ ഇത് കുരുക്കാവുമോ എന്നൊരു പേടി ചിലപ്പോൾ സുരേഷ് ഗോപി കാണുമായിരിക്കും, പച്ചയ്ക്ക് പറഞ്ഞാൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസയുടെ കാര്യം എന്താണ്? ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ പോരെ? അദ്ദേഹം മാറി എന്ന് പറഞ്ഞ എന്താ? ഞാനത് കേട്ടോണ്ടിരിക്കരുത് മുഴുവൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കണം, അമ്മയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയിലെ കാര്യങ്ങൾ ചോദിക്കണമെന്ന്. അപ്പൊ ഇയാൾ അമ്മയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നില്ല. ഇനി അഥവാ ഡൽഹിയിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഇല്ല, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടുമാണ്. അപ്പൊ എപ്പോഴാണ് സുരേഷോടെ കാര്യങ്ങൾ ചോദിക്കുന്നത്? സുരേഷ് ഗോപി ഇവിടെ ആർക്കും പിന്നെ അത്രയധികം എന്താണ് ഈ പുന്നാര കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ആ വാമൊഴി കേൾക്കാൻ വേണ്ടി അല്ല ചോദിക്കുന്ന പത്രക്കാര്. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ്. അതുമാത്രമല്ല ഒരു സിനിമാ നടനും കൂടിയാണ്. സിനിമയിൽ വളരെ കാലം പ്രവർത്തിച്ച ആളാണ്. AMMയുടെ ഒരു മെമ്പർ കൂടിയാണ്, സ്ഥാപക മെമ്പറാണ്. ഇതൊക്കെ ആകുമ്പോൾ പത്രക്കാർ ചോദിച്ചെന്നിരിക്കും. അന്നേരോ അവരുടെ നെഞ്ചത്ത് കയറുക അല്ല വേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി അതിന് മറുപടി കൊടുക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യേണ്ടത്. അല്ലാതെ പത്രക്കാരനെ നെഞ്ചത്ത് കയറിയോ അല്ലെങ്കിൽ അവനെ തലക്കടിക്കാൻ ചെല്ലുകയോ ചെയ്യുന്ന അല്ല മാന്യത എന്നുള്ള കാര്യം സുരേഷ് ഗോപി ആലോചിക്കണം. ഞാൻ പറയുന്നത് ഈ BJP നേതാക്കളെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഈ രോഷവും എടുത്തിയാട്ടവും ഈ പറയുന്ന ഇടിക്കാൻ ചെല്ലലും ഒക്കെ അങ്ങ് സിനിമയിൽ നടക്കും, ജീവിതത്തിൽ വലിയ പാടാണെന്ന് സുരേഷ് ഗോപിയെ പറഞ്ഞ് ശ്രീ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത് ലേലത്തിലും പത്രത്തിലും അതേപോലെ കമ്മീഷണറിലും ഒക്കെ നമുക്ക് പറ്റും. സിനിമയിൽ 100ഉം 200ഉം വില്ലന്മാരെയൊക്കെ ഒരുമിച്ച് നമുക്ക് ഇടിച്ചിടാം. പക്ഷേ നിത്യജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഇന്ദ്രൻസിനെ പോലെ ഒരാൾ മതിയാവും. തിരിച്ചൊന്ന് പ്രതികരിച്ചാൽ ചിലപ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് കിടക്കും കേന്ദ്രമന്ത്രിക്ക്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഈ സമൂഹത്തോടൊന്ന് പെരുമാറാൻ പറയണം. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ തന്നെ അവഹേളനതരായിരിക്കും ഓരോ ദിവസവും. സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ അവഹേളിക്കപ്പെടുന്നത്. അവരെ കുറിച്ച് ഒരു വാക്ക് പറയാനില്ലാതെ വേട്ടക്കാരനൊപ്പം, നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇതുപോലെ തന്നെയായിരുന്നല്ലോ. അന്നും അതിലെ 8ാം പ്രതി ദിലീപിനൊപ്പമായിരുന്നു അദ്ദേഹത്തിന് കൂറ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്താണ് എപ്പോഴും സംസാരിക്കുന്നത്, എപ്പോഴും ദിലീപിനൊപ്പമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ വേട്ടക്കാരോടൊപ്പം പോകുന്നതിലൊന്നും നമുക്ക് അതിശയോക്തിയൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. കേരളം പ്രതീക്ഷയോടെ നിലപാടുകൾ നോക്കിക്കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷ നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഞാനെത്താം ശ്രീ ബൈജു കൊട്ടരക്കര. ശ്രീ പി എ പ്രജി, ഇവിടെ മുകേഷിനെതിരെ നേരത്തെ സന്ധ്യ പറഞ്ഞ ആരോപണമടക്കം ഇതിനോടകം 3 ആരോപണങ്ങൾ. അതിലൊരെണ്ണം പരാതിയിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.
CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ കൈവിടുന്ന സാഹചര്യമുണ്ട്. PK ശ്രീമതി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. മുകേഷിനടക്കം എത്ര കാലം കാത്തു നിൽക്കാൻ കഴിയും? CPI പ്രതി നേരത്തെ ഡോക്ടർ ആഷ ആച്ചി ജോസഫ് ചോദിക്കുന്നത് ഇവിടെ അമ്മ അല്ല പ്രശ്നം, ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കാതലായ റിപ്പോർട്ടിൽ സർക്കാർ എടുക്കാൻ പോകുന്ന സമീപനം എന്താണ് എന്നതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടോ കോൺക്ലേവിനപ്പുറം? പ്രിജി. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വെക്കുമ്പോൾ കൃത്യമായ ദിശാബോധത്തോടു കൂടി തന്നെയാണ് അങ്ങനൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ആ മേഖലയിൽ നടക്കുന്ന അരാജക പ്രവണതകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തതും അങ്ങനെയൊരു റിപ്പോർട്ട് വാങ്ങിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഹാഷ്മിക്കടക്കം ആർക്കും വേണ്ട. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് വളരെ വർദ്ധിത വീര്യത്തോടുകൂടി ആ മേഖലയിലെ സഹോദരിമാർ ഇന്നിതുവരെ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്ന അവരുടെ പീഡനത്തിന്റെ കഥകൾ ഓരോന്നോരോന്നോരോന്നായി കേരള ജനതയുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതിൽ കുറെയൊക്കെ ഹിയർസേ ആയിട്ടുള്ളതുണ്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്താനാകാത്ത ഹിയർസേ ഉണ്ട്. അതിനൊക്കെ ഏതൊക്കെ നിയമപരമായ സാധുത ഉണ്ട് എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കുക, ഭാവിയിൽ ഈ തരത്തിലുള്ള അരാജക പ്രവണതകളെ ഒന്നാകെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു ബൃഹത്തായ ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി പൂർത്തീകരിക്കും. അതിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ചിട്ടുള്ളത്. ആ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലേക്ക് നിയമപരമായി എത്തുന്ന പരാതികൾ, അതിന്മേൽ FIR എടുക്കും, ഏത് കൊലക്കൊമ്പനാണെങ്കിലും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകൾ, നമ്മൾ വെളിപ്പെടുത്തലുകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഹാഷ്മി, ആ വെളിപ്പെടുത്തലുകൾക്ക് നിയമപരമായ സാധുത കൂടി വേണം. എവിടെയോ ഒരിടത്തൊരിടത്ത് വെച്ച് എന്നോട് ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ പറഞ്ഞയാൾ ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല, ആരാണെന്ന് പറയാൻ കഴിയില്ല, എവിടെ വെച്ചാണെന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് എത്രത്തോളം സാധുത ഉണ്ടാകും നിയമത്തിന്റെ മുമ്പിൽ എന്നുള്ളത് ഹാഷ്മിയെ പോലെ സീനിയറായ ഒരു പത്രപ്രവർത്തകനോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയെ ഒന്നാകെ ഉടച്ചു വാർത്തുകൊണ്ട് ബൃഹത്തായ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ നാട്ടിലെ മലയാള സിനിമയിൽ അന്തസ്സോടുകൂടി പ്രവർത്തിക്കാനാകുന്ന തൊഴിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിഹായസ് തുറന്നിടുന്ന നിലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു തന്നെ പോകും. അതിനകത്ത് യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതിപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞായിരിക്കും. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ പാർട്ടി നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിലപാട് പാർട്ടി പ്രസിഡന്റ് പറയുന്നതാണ്, അതാണ് അവസാനത്തെ നിലപാട്. അല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മൈക്ക് ചൂണ്ടാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണല്ലോ ഈ വിഷയമൊക്കെ ഉള്ളത്. ആ സ്വാതന്ത്ര്യം സുരേഷ് ഗോപി തരുന്നുണ്ടല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ മൈക്ക് ചൂണ്ടുമില്ലല്ലോ, മുഖ്യമന്ത്രിയുടെ 7 അയലത്ത് പോലും എടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകന്മാർ അങ്ങോട്ട് സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ തിരിച്ച് സ്വാതന്ത്ര്യം ഇങ്ങോട്ട് കുറച്ച് മാറി നിൽക്കണം എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടാകും. അതൊക്കെ വ്യക്തിപരമാണ്, അതൊക്കെ നമ്മളൊരു വലിയ വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. ഞാനത് കണ്ടിട്ടില്ല, വിഷ്വൽ കണ്ടിട്ടില്ല, അങ്ങനെ പിടിച്ചു തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മാധ്യമപ്രവർത്തകന്മാരോട് സൗഹൃദപരമായിട്ട് ഇടപെടുന്നൊരു വ്യക്തിയാണല്ലോ സുരേഷ് ഗോപി. പിടിച്ചു തള്ളേണ്ട കാര്യമില്ലായിരുന്നാ പറയുന്നത് MD രമേശ്. പിടിച്ചു തള്ളിയ കാര്യം MD രമേശിന് അറിയാം. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിന് 2-3 കാര്യം അത് ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ 2-3 കാര്യം പറയാം. ഒന്ന്, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മുകേഷിനെ വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ ആ കോൺക്ലേവിനെ BJP തടയും. ഞാൻ വളരെ അസന്നിഗ്ധമായിട്ടത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കോൺക്ലേവ് ഇടതുപക്ഷം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ BJP രംഗത്ത് വരും. ആ കോൺക്ലേവ് ഞങ്ങൾ തടയും. രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തവരാണ് ഞങ്ങൾ, മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തവരാണ് ഞങ്ങൾ. ഇതൊന്നും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കാണിച്ചിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം, ഞങ്ങളെ ചർച്ചയ്ക്കും വിളിച്ചില്ല. പക്ഷേ കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ഞങ്ങൾ മുമ്പിൽ വരും, ഞങ്ങൾ തടയും. പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കുറേ കാര്യം പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ
ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ ചങ്ങാതി, എന്നിട്ട് പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ശരി, കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിച്ചാൽ ബി ഗോപാലകൃഷ്ണൻ അടക്കം മുമ്പിൽ വന്ന് അത് തടയും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി വളരെ ശക്തമായ നിലയിൽ ഞങ്ങൾ അധിക്ഷേപിച്ചവർ. ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ അതിശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാ. ഇപ്പോഴും റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പലരും. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മൈക്ക് ചൂണ്ടി എന്തുകൊണ്ട് MLA-യുടെ മുകേഷിൻ്റെ റെസിഗ്നേഷൻ മേടിക്കുന്നില്ല എന്ന് ചോദിക്കാൻ മൈക്കുമായിട്ട് പോകുന്ന ഒരു പത്രപ്രവർത്തകനെയും ബി ഗോപാലകൃഷ്ണൻ കാണുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ, ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? പാർട്ടിയുടെ നയം പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമാണ്. 20% മാത്രമേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് മുകേഷിനെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ CPM-നെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. CPM ആണ് വാസ്തവത്തിൽ ഈ കള്ളന്മാരെ, ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആ CPM-നെതിരെയുള്ള പടയാണ് മാധ്യമപ്രവർത്തകരും ചെയ്യേണ്ടത്. അല്ലാതെ സുരേഷ് ഗോപിയുടെ തള്ളിയിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞല്ലോ, ഇവിടെ കോൺക്ലേവ് നടക്കാൻ പോവാണ്. ആ കോൺക്ലേവിൽ മുകേഷിന് വേണ്ടി കട്ടക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മുകേഷിനെ കുറിച്ച് മുകേഷ് രാജിവെക്കണമെന്ന് ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരെ ഒരു വ്യാഘ്രത്തെ പോലെ ചാടി വീണ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും മുകേഷ് പിന്തുണയുമായി ആ കോൺക്ലേവിൽ ഉണ്ടാകും. നിങ്ങളുടെ കേന്ദ്രമന്ത്രി, BJP ഭരിക്കുന്ന 3ാം മോദി സർക്കാർ മന്ത്രിസഭയിലെ BJPയുടെ ഒരു കേന്ദ്രമന്ത്രി ആ വേദിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കരിങ്കൊടി കാണിക്കുമോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, BJPയുടെ നിലപാട് എന്താണ് എന്നുള്ളത് കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ പറയും. ഇപ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചത്. ഞങ്ങളുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് അദ്ദേഹത്തോട് പറയും. പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപിയല്ല, ആര് ധിക്കരിച്ചാലും ഞങ്ങളത് അംഗീകരിക്കില്ല. ഇതൊക്കെ വളരെ കൃത്യമല്ലേ? ഇതൊക്കെ വളരെ കൃത്യമാണ്. പാർട്ടിയുടെ നയമുണ്ട്. ആ പാർട്ടിയുടെ നയം ഞങ്ങൾ വ്യക്തമാക്കും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം, അത് ഹാഷ്മിയോടുള്ളതാണ്. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ സ്ത്രീപീഡനം നടക്കുന്നത് മാധ്യമരംഗത്തുമുണ്ട്. ഈ മാധ്യമരംഗത്ത് സ്ത്രീപീഡനം നടത്തിയ പലരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ നടത്തുന്നത്. ഏത് മാധ്യമരംഗത്ത് ആരുണ്ടെങ്കിലും പുറത്തു വരണം സർ. ഏത് മാധ്യമരംഗത്ത് ആർക്കെതിരെ പരാതി ഉണ്ടെങ്കിലും അന്വേഷിക്കണം. മാധ്യമരംഗത്ത് ഒരു കമ്മിറ്റി വരട്ടെ, സാംസ്കാരിക മേഖലയിൽ കമ്മിറ്റി വരട്ടെ, രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ കമ്മിറ്റി വരട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വേട്ടക്കാരുണ്ടോ എന്ന് കമ്മിറ്റി കണ്ടെത്തട്ടെ. അതൊരു തുടക്കമാകട്ടെ. ഹേമ കമ്മിറ്റി തുടക്കമാകട്ടെ. ഇപ്പൊ താങ്കൾ പറയുകയാണ് എന്താണ് സുരേഷ് ഗോപി, ബി ഗോപാലകൃഷ്ണൻ, ഇതാണ് എന്റെ ആദ്യ ചോദ്യം. എന്റെ ഫസ്റ്റ് ചോദ്യം എന്താണ്? എന്റെ ഫസ്റ്റ് ചോദ്യം സുരേഷ് ഗോപി കേരളത്തിലെ BJPക്ക് ബാധ്യതയായോ എന്ന് ചോദിക്കുകയാണ്. സുരേഷ് ഗോപി MP, BJPയുടെ കേന്ദ്രമന്ത്രി, ഇവിടെ കേരളത്തിലെ BJPക്ക് ഒരു ബാധ്യതയാണോ എന്ന ചോദ്യത്തിന് ഇവിടെ ബി ഗോപാലകൃഷ്ണൻ പരോക്ഷമായി പറഞ്ഞത് ഒന്നാന്തരം ബാധ്യതയായി എന്നാണ്. അതിൽ പരം ബാധ്യതയായി എന്ന് പറയാൻ ബി ഗോപാലകൃഷ്ണൻ അല്ലാതെ പറയണ്ട. താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞില്ല വ്യക്തിപരമായ നിലപാടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യം എന്റെ തലയെ വെക്കണ്ട. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യോ, നിങ്ങൾക്ക് ബാധ്യതയുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ പറഞ്ഞത് ഏത് മേഖലയിലും ശരി, ഏത് മേഖലയിൽ വേട്ടക്കാരുണ്ടെങ്കിലും പുറത്തെടുത്തിടുന്നേ, അന്വേഷണം വരട്ടെന്നേ. താങ്കൾ പരാതി കൊടുക്കും. അല്ല ബി ഗോപാലകൃഷ്ണൻ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തോ? ബി ഗോപാലകൃഷ്ണൻ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തോ? അതല്ലാതെ സുരേഷ് ഗോപി കേരള BJPക്ക് ബാധ്യതയാകുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിയാൽ എടുത്തിട്ട സാധനമല്ലാതെ. ബി ഗോപാലകൃഷ്ണൻ ഹേമ കമ്മിറ്റി വായിച്ചോ? ഹേമ കമ്മിറ്റി വായിച്ചോ? താങ്കൾ വായിച്ചോ? ഹേമ കമ്മിറ്റി താങ്കൾ വായിച്ചോ? ഗോപാലകൃഷ്ണ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹേമ കമ്മിറ്റി വായിച്ചോ? എന്നാ അതിൽ പറയുന്നുണ്ട്. ശരി, എന്നാ അതിൽ പറയുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ അതിൽ പറയുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ താങ്കൾ വേട്ടക്കാരന് ചൂട്ടുപിടിക്കല്ലേ? ബി ഗോപാലകൃഷ്ണൻ വേട്ടക്കാരന് ചൂട്ടുപിടിക്കല്ലേ? ബി ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞോട്ടെ, ഹേമ കമ്മിറ്റി കൃത്യമായി പറയുകയാണ് എല്ലാ മേഖലയിലും. പറയട്ടെ ബി ഗോപാലകൃഷ്ണൻ ഒന്ന് പറഞ്ഞോട്ടെ. ഹേമ കമ്മിറ്റി കൃത്യമായി പറയുകയാണ് എല്ലാ മേഖലയിലും ഇതുണ്ട്. പക്ഷേ ഇത്രത്തോളം പ്രിവലന്റ് ആയി നിൽക്കുന്ന അവസരത്തിന് ഇത്തരത്തിൽ സെക്ഷൽ ഫേവർ ചോദിക്കുന്ന ഏക മേഖല അത് സിനിമാ മേഖലയാണെന്ന് വെണ്ടയ്ക്ക നിർത്തിയേക്കാണ് ഹേമ കമ്മിറ്റി.
എന്നിട്ട് വേട്ടക്കാരന് ചൂട്ടുപിടിക്കുന്ന നിലപാട് പറയല്ലേ ബി ഗോപാലകൃഷ്ണ? എല്ലാ മേഖല ഉണ്ടെങ്കിൽ എല്ലാ മേഖല പരിശോധിക്കാന്നേ. ഞാനൊന്ന് പറയട്ടെ മാഷ്, ഞാനൊന്ന് ബൈജു കൊട്ടാരക്കര, എടോ ആഷ്മി, ഞാനൊന്ന് പറയുന്നത് അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ, നമുക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഏത് മേഖല ഉണ്ടെങ്കിൽ എന്തും അന്വേഷിച്ചോട്ടെ, ഒരു പ്രശ്ന കാര്യത്തിലില്ല. ഹേമ കമ്മിറ്റി പറയുമ്പോ താങ്കൾ മറ്റു മേഖല പറയുന്നുവെങ്കിൽ താങ്കൾക്ക് വേട്ടക്കാരനെ പറയുമ്പോ പൊള്ളുന്നു, അതാ പ്രശ്നം ബി ഗോപാലകൃഷ്ണന്റെ. ബൈജു കൊട്ടാരക്കര അല്ലേ? അത് വേട്ടക്കാരന് ചൂട്ടുപിടിക്കലാണ്, അത് വേട്ടക്കാരന് ചൂട്ടുപിടിക്കലാണ് ബി ഗോപാലകൃഷ്ണൻ നിലപാട്. പുറത്തു വരണേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വന്നോട്ടെ, ആർക്ക് പേടി വരട്ടെ, ആർക്ക് പേടി വരട്ടെ സാറേ, ആർക്ക് പേടി വരട്ടെ, ആർക്ക് പേടി വരട്ടെ, രാഷ്ട്രീയ മേഖലയിൽ വരട്ടെ, എല്ലാ മേഖലയിലും വരട്ടെ. ഈ ഗോപാലകൃഷ്ണ ഒറ്റമിട്ട് ബൈജു കൊട്ടാരക്കര, ആർക്ക് പേടിയെന്ന് വരട്ടെ വരട്ടെ വരട്ടെ, വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഹേമ കമ്മിറ്റി പറയുമ്പോ താങ്കൾ മാധ്യമ മേഖലയും സാംസ്കാരിക മേഖലയിൽ പോകുന്നുണ്ടെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ ഇന്നർ തോട്ട് വേട്ടക്കാരനൊപ്പമാണ്, മനസ്സിലായോ? ബി ഗോ ഇന്നർ തോട്ട് സുരേഷ് ഗോപിക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമാണ്, മനസ്സിലായോ? ബൈജു പറഞ്ഞു പൂർത്തിയാക്കും. ഇത് വേണം, അത് വേണം, അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? ബൈജു അതാ പറയുന്നത്, വേട്ടക്കാരനൊപ്പം നിൽക്കുന്നുകൊണ്ടാണ് തോന്നുന്നത്. അതിപ്പോ പറയാൻ തോന്നുന്നത്, അതിനെ സാമാന്യവൽക്കരിക്കാൻ ഇപ്പൊ തോന്നുന്നത്, അതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് അത് സാമാന്യവൽക്കരിക്കാൻ ഇപ്പോൾ തോന്നുന്നത് താങ്കളുടെ ഉള്ളിലെ നിലപാട് വേട്ടക്കാരനൊപ്പമായതുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണ. നിങ്ങൾ മുഖം മൂടി അഴിച്ചിട്ട് മുഖം മൂടി അഴിച്ചിട്ട് ബി ഗോപാലകൃഷ്ണ, നമ്മുടെ ചർച്ചകളിലെല്ലാം ഞാൻ പറയാറുണ്ട്, ഒരു കാരണവശാലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന്. കാരണം രാഷ്ട്രീയം പറഞ്ഞാൽ ഇതിനകത്ത് പ്രതികളായി കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വന്നാൽ ഇവിടെ മാധ്യമ മേഖലയിലോ സാംസ്കാരിക മേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ ലോകത്തെ ഏത് മേഖല അന്വേഷണം നടക്കട്ടെ, കമ്മിറ്റി വരട്ടെ, പുറത്തു വരട്ടെ. പക്ഷെ ഹേമ കമ്മിറ്റി പറയുമ്പോഴേക്കും ബാക്കി എല്ലാ മേഖലയിലേക്ക് പോകുന്ന ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ വേട്ടക്കാരന് ചൂട്ടുപിടിക്കുന്ന പണി കാണിക്കുകയാണ്, അല്ലേ ബൈജു കൊട്ടാരക്കര? ആദ്യം 100% അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത് ശ്രീ ഗോപാലകൃഷ്ണൻ. അതായത് ഇങ്ങനെയുള്ള ഒരു സംഗതിയെ രാഷ്ട്രീയവൽക്കരിക്കരുത്. BJP ആണെങ്കിലും ശരി, CPM ആണെങ്കിലും നിങ്ങളെല്ലാവരും കൂടി രാഷ്ട്രീയവൽക്കരിച്ചാണ് ഇതിനെ ഈ കോലത്തിലാക്കിയത്. ഇപ്പോ അഡ്വക്കേറ്റ് പ്രിയയൊക്കെ പറയുന്നത് കേട്ടോ, എന്താണ് ഒരു കോൺക്ലേവ് നടത്തിയെങ്കിൽ രക്ഷിച്ചാളാണ് മലയാള സിനിമയെ. എങ്ങനെ കോൺക്ലേവ് നടത്തി രക്ഷിക്കും? ഈ കോൺക്ലേവിൽ സിനിമയ്ക്ക് കരട് നയം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ കമ്മിറ്റി എടുത്തേക്കുന്നത് ആരൊക്കെയാ? സുപ്രീം കോടതി പോലും പിഴശിക്ഷ വധിച്ച ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാലാണ് ഒന്നാം പ്രതി. ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണ, മുകേഷ് രക്ഷിച്ചത് നിങ്ങളുടെ MP ആണ്, BJPയുടെ MP ആണ്. മുകേഷിനൊപ്പം ഉളുപ്പില്ലാതെ നിൽക്കുന്നത് നിങ്ങളുടെ MP ആണ് ബി ഗോപാലകൃഷ്ണൻ. ആദ്യം പോയി സുരേഷ് ഗോപിയെ തിരുത്തിയിട്ട് ഞങ്ങളെ തിരുത്ത് കേട്ടോ. ആദ്യം പോയി സുരേഷ് ഗോപിയെ തിരുത്ത്. നിങ്ങളുടെ MP യാ, നിങ്ങളുടെ MP യാ കൂടെ നിൽക്കുന്നേ. അടുത്ത ബി ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ BJP വോട്ട് വാങ്ങി ജയിപ്പിച്ച നിങ്ങളുടെ സുരേഷ് ഗോപി MP ആണ്, നിങ്ങളുടെ കേന്ദ്രമന്ത്രിയാണ് മുകേഷിനൊപ്പം നിൽക്കുന്നത്. ആദ്യം ബി ഗോപാലകൃഷ്ണൻ സുരേഷ് ഗോപിയെ തിരുത്ത്, എന്നിട്ട് തിരുത്താൻ വാ. അതാ പറഞ്ഞേ, മുകേഷിനെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ MP യാ, വേറെ ആരും പിന്തുണയ്ക്കുന്നില്ല. CPM പോലും പിന്തുണയ്ക്കുന്നില്ല. ശരി, മുകേഷിനെ CPM പോലും പിന്തുണയ്ക്കുന്നില്ല. അവിടെ ജില്ലാ നേതൃത്വം തള്ളുക. അവിടെ ജില്ലാ നേതൃത്വം തള്ളുമ്പോൾ മുകേഷിനെ പിന്തുണയ്ക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളുടെ BJP MP ബി ഗോപാലകൃഷ്ണ. ആ ശ്രീ PA പ്രജി, കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാവാവുന്നേ ഈ പറഞ്ഞ സാധനമൊക്കെ, എല്ലാ മേഖലകളിലും, സാംസ്കാരിക മേഖലയിൽ, മാധ്യമ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, ഗവേഷണ മേഖലകളിൽ, ക്യാമ്പസുകളിൽ എല്ലായിടത്തും ഉണ്ടാവാവുന്നേ. PA പ്രജി ദാ ഇവിടെ 242 പേജാണെന്ന് തോന്നുന്നു. അതിൽ ഹേമ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. എന്താണ്? The recent sexual attack on a lead actor has reinforced the belief. Further, there is a feeling that it is not a dignified place to send daughters alone for work. That is why we have the unusual sight of some mothers or fathers accompanying daughters for shooting. In bracket, we do not see the parents of teachers or doctors or clerks or journalists accompanying their daughters to work and wait there till their work is over and accompany them back home.
പി എ പ്രജി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പെൺമക്കളെ കൊണ്ട് അച്ഛന്മാർക്കും അമ്മമാർക്കും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് എന്ന് ജസ്റ്റിസ് ഹേമ എഴുതി വെക്കുന്നത് അത്രത്തോളം ഭീകരമാണ്, ഇന്റൻസ് ആണ് ആ മേഖലയിൽ ഈ പറയുന്ന വേട്ട എന്ന് പറയാനാണ്. ആ വേട്ടയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാമാന്യവൽക്കരണം ആരെ കാക്കാനാണ്, ആരെ രക്ഷിക്കാനാണ്? പി എ പ്രജി. ഒരിക്കലും ഒരു സാമാന്യവൽക്കരണം ആ മേഖലയിൽ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ആ മേഖലയിൽ വളരെ സംഘടിതമായ നിലയിലുള്ള അരാജക പ്രവണതകൾ, ഈ തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ മേഖലയിൽ വിഹരിച്ചിരുന്ന കേന്ദ്രമന്ത്രി കോൺക്ലേവിൽ സുരേഷ് ഗോപി ഉണ്ടാവുമെന്ന് ആദ്യം ഉത്തരം കണ്ടെത്തണ്ടേ? അല്ല, കോൺക്ലേവിൽ സുരേഷ് ഗോപി ഉണ്ടാവുമെന്ന ഉത്തരം അങ്ങ് ആദ്യം സ്വയം കണ്ടെത്തണം. അല്ല, കോൺക്ലേവിൽ സുരേഷ് ഗോപി ഉണ്ടാവുന്ന ചോദ്യത്തിന് അങ്ങ് സ്വയം കണ്ടെത്തണം ആദ്യം. ഒരു ചോദ്യം ചോദിക്കുന്നു മിസ്റ്റർ പ്രജി, ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ മുകേഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നു, നിങ്ങളുടെ കോൺക്ലേവ് മുകേഷിനെ വെച്ചാണോ നടത്തുന്നത്? നിങ്ങൾ ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കോൺക്ലേവ് മുകേഷിനെ വെച്ചിട്ടാണോ നടത്തുന്നത്? അതാണ് ചോദിക്കുന്നത്. മുകേഷിനെ വെച്ചിട്ടാണ് കോൺക്ലേവ് നടത്തുന്നത്, അതറിയണം. അല്ല, നിങ്ങളതറിയാം. പ്രജി അതുണ്ടെങ്കിൽ പറയും. താടിയും വെച്ച് എന്തിനാണ് ഈ മനുഷ്യൻ ഈ ചാനലിൽ വൈകുന്നേരം 8 മണിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ബന്ധപ്പെട്ട കോൺക്ലേവ് ശരി. അല്ല പ്രജി, അല്ല മുകേഷ് ഉണ്ടാകുന്ന ഒറ്റ ചോദ്യമാണ്. ബൈജു കൊട്ടാരക്കര പോലെയുള്ള മാലിന്യങ്ങൾ അടക്കം സിനിമാ മേഖലയിൽ പുറത്തു പോകും. അതാണ് നമ്മൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയും. മുകേഷിനെ വെച്ചിട്ടാണോ കോൺക്ലേവ് നടത്തുന്നത്? മിസ്റ്റർ ഹാഷ്മി, ഗോപാലകൃഷ്ണനോട് ചോദിച്ചായിരുന്നല്ലോ, എന്റെ ഗോപാലകൃഷ്ണ, നിങ്ങൾ അതിനൊന്നും ഒരു ഉത്തരവും പറഞ്ഞ് ഞാൻ കണ്ടില്ല. നിങ്ങൾ ഞാൻ കാശ് വാങ്ങിയാണ് പൊതുപരിപാടിക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ചർച്ച. ഹാഷ്മി, ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ബൈജു കൊട്ടാരക്കര പറഞ്ഞ ചോദ്യമാണ്, മുകേഷാണോ കോൺക്ലേവ് നടത്തുന്നത്? മുകേഷിനെ വെച്ചാണോ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്? ശരി. അല്ല പ്രജി, മുകേഷ് ആ കോൺക്ലേവ് ഉണ്ടാവുന്ന ഒറ്റ ചോദ്യം മറുപടി പറയുന്നു. ശരി, മുകേഷ് ആ കോൺക്ലേവ് ഉണ്ടാവുന്ന ചോദ്യം. അല്ല, മുകേഷ് ആ കോൺക്ലേവ് ഉണ്ടാവുമെന്ന് ചോദ്യം. ഈ ഗോപാലകൃഷ്ണൻ അതിനു മുമ്പ് സുരേഷ് ഗോപി കോൺക്ലേവ് ഉണ്ടാവും സ്വയം ചോദിക്കണം. അത് പോട്ടെ, ഇവിടെ മുകേഷ് ആ കോൺക്ലേവ് ഉണ്ടാവോ? അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തിനാണ് ഗോപാലകൃഷ്ണൻ നടക്കുന്നത്? വേറെ വല്ല പണിക്കും പോകൂടെ, ജോലിക്കും പോകും. ഞാൻ പറയും. ശരി. എന്തായാലും മുകേഷ് ആ കോൺക്ലേവിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിന് മറുപടി പറയാൻ പി എ പ്രജിക്കും കഴിയില്ല. സുരേഷ് ഗോപി ആ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് മറുപടി പറയാൻ ഒരു പക്ഷേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കഴിയില്ല. അത് അവരവരുടെ ഗതികേട് എന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നേരത്തെ പറയുന്ന പോലെ എല്ലാ മേഖലയിലും ഇതുണ്ടാകാം. എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്ര ഇൻറ്റൻസായ ഒരു റിപ്പോർട്ട് മുന്നിലിരിക്കെ സാമാന്യവൽക്കരണം ചുരുട്ടി കയ്യിൽ വെച്ചാൽ മതി, അത് ആര് ചെയ്താലും. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.